ഫസ്റ്റ് ഞാൻ എഗ് വൈറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ എഗ് വൈറ്റ് സ്റ്റിഫ് ആകുന്നത് വരെ വേണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത് മെല്ലെ കളർ മാറി നല്ല വൈറ്റ് കളറായി നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. വാഫിൾസിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. നമുക്ക് അമേരിക്കൻ വാഫിൾസ്, ഡച്ച് വാഫിൾസ്, ബെൽജിയൻ വാഫിൾസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വാഫിൾസ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ബെൽജിയൻ വാഫിൾസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ കുറച്ച് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ വാഫിൾസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ് വൈറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പൊടിക്കകത്ത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രം ഒന്ന് കമത്തിയാൽ പോലും ആ ഒരു എഗ് വൈറ്റ് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മുടെ എഗ് യോക്ക് എടുക്കണം. ആ എഗ് യോക്കിലേക്ക് ആദ്യം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1 ടീസ്പൂണാണ് പഞ്ചസാര ഇടുന്നത്. നേരത്തെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ എഗ് വൈറ്റിൻ്റെ കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ടോട്ടൽ 1.5 ടീസ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. ബേക്കിംഗ് പൗഡർ ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. മിക്സ് ചെയ്യാം നല്ലോണം. ഇനി അടുത്ത നമുക്ക് പാല് ചേർക്കാം. പാല് നമുക്ക് വേണ്ടത് 3/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂണും കൂടെ വേണം. 3/4 കപ്പ് പാൽ ഒഴിച്ചു കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് വേണം നല്ലതായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു ക്വാണ്ടിറ്റീസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ആയതുകൊണ്ട് ഇത് 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിതിൽ നല്ലതായിട്ടൊന്ന് അരിച്ച് നമ്മുടെ ലിക്വിഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ബേക്കിംഗ് പൗഡർ ലിക്വിഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇട്ടു. അതുകൊണ്ട് നമ്മൾ മൈദ മാത്രം നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈൻ ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ്സ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ്സ് മിക്സ് ചെയ്യുമ്പം നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മാത്രമേ ചെയ്യാവുള്ളൂ. നല്ലതായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. കുറച്ച് ഫ്ലഫി ആയിട്ട് നമ്മുടെ വാഫിൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ് വൈറ്റ് അവസാനം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്പഞ്ച് കേക്കിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഫിൾസ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന മോൾഡ്. നമുക്ക് വാഫിൾ മേക്കർ ഇല്ലാത്തവർക്ക് ഇതുപോലൊരു മോൾഡ് അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ഷോപ്സിലും അവൈലബിൾ ആണ്, അല്ലാതെ കേക്ക് ഷോപ്സിലും ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 200 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ചോക്ലേറ്റ് മോൾഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മൾ ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബേക്കിംഗ് ട്രേ ഉള്ളവരാണെങ്കിൽ ബേക്കിംഗ് ട്രേക്കകത്ത് ഈ മോൾഡ് വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ ബാറ്റർ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 12 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മളത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വാഫിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ നമുക്ക് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ടോപ്പിങ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷും നട്ട്സും ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ടോപ്പിങ്സ് ചെയ്യാം. നല്ലതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.